പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോന്റെ ആദ്യ ദൃശ്യം നിങ്ങൾ നോക്കിയേ. എൻ്റെ സുഹൃത്തിന്റെ ഷോപ്പിന്റെ തൊട്ട് മുൻപിലാണ് ഈ സംഭവം ഇന്നലെ നടന്നത്. ആദ്യം കത്തിക്കൊണ്ടിരിക്കുന്ന ആ ചെറിയ തീ സർ സയ്യിദ് കോളേജിന്റെ തൊട്ടടുത്താണ് ഈ ഫയർ എഞ്ചിൻ ഓഫീസ്. അവിടുന്ന് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റിയ ദൂരം 5-10 മിനിറ്റിന്റെ ഉള്ളിൽ ഈ സംഭവ സ്ഥലത്ത് എത്താൻ പറ്റുമായിരുന്നു. അവരെത്തിയതാവട്ടെ അരമണിക്കൂർ കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരുടെ കച്ചവട സ്ഥാപനം ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. കേരളത്തിലെ കച്ചവടത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഒരുപാട് കടക്കാരാണ് കേരളത്തിലെ ഒട്ടുമിക്ക കച്ചവടക്കാരും. ഒരുപാട് കടക്കാരാണ്. അതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിച്ചാൽ നിന്ന് നീരാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് അപകടം പറ്റിയവർക്കെല്ലാം നമ്മുടെ ഗവൺമെന്റ് സഹായം കൊടുക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട്. അതുപോലെ ഇവരുടെ ബാങ്ക് കടങ്ങൾ എത്രയായാലും ഇവരുടെ ബാങ്ക് കടങ്ങൾ എഴുതി തള്ളണം. ഒരുപാട് സ്ഥാപനങ്ങളാണ് നശിച്ചു പോയത്. നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണാം. ഒരുപാട് തൊഴിലാളികളുടെ തൊഴിലാണ് നഷ്ടപ്പെട്ടു പോയത്. ഇതെല്ലാം ഇനി ശരിയായി വരണമെങ്കിൽ ഒരുപാട് ദിവസങ്ങളോ വർഷങ്ങളെടുക്കും. ഞങ്ങളുടെ കച്ചവടക്കാരുടെ സ്വപ്നങ്ങളാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായത്. ഈ വ്യാപാരികളെ ഗവൺമെന്റ് സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെ ദയനീയമാണ് അവസ്ഥ.